ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സോൾട്ട് ആൻഡ് സോൾ. ഇന്നത്തെ സ്പെഷ്യൽ ആൽഫ്രെഡോ പാസ്തയാണ്. ആദ്യമായി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ആൽഫ്രെഡോ സോസ്, പാസ്ത, മീറ്റ് ബോൾസ്, മിൽക്ക് അല്ലെങ്കിൽ ഹെവി ക്രീം. മിൽക്ക് എടുക്കുമ്പോഴും കുറച്ച് തിക്നെസ് കൂടിയ മിൽക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ടൊമാറ്റോ, ക്യാപ്സിക്കം, ഓണിയൻ, സ്പിനച്ച്. ഇനി ഈ ഡിഷിനെ കുറച്ചും കൂടെ ഒന്ന് സ്പെഷ്യലാക്കുന്നത് സീസണിങ്സ് ആണ്. നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ആവശ്യമുണ്ട്, പിന്നെ ഇറ്റാലിയൻ സീസണിങ്, ഓണിയൻ പൗഡർ, ഗാർലിക് പൗഡർ, റോസ്മേരി ലീവ്സ്, പാഴ്സ്ലി ലീവ്സ്, കാജു സീസണിങ്, അത് ഓപ്ഷണലാണ്, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ആദ്യമായി ഒരു ബൗളിൽ അല്പം വെള്ളം തിളപ്പിച്ച് കുറച്ച് ഉപ്പും ആവശ്യമായ പാസ്തയും നമുക്ക് ചേർത്ത് കൊടുക്കാം. പാസ്ത ഇവിടെ തയ്യാറാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള ഗ്രേവിയും തയ്യാറാക്കാം. ആദ്യം ഒരു പാൻ എടുത്ത് ഇവിടെ ബട്ടറും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് അല്പം ഒലിവ് ഓയിൽ കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഫ്രോസൺ മീറ്റ് ബോൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ഇത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഡീപ്പ് ഫ്രൈഡ് ആവശ്യമില്ല. ഏകദേശം ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നതാണ് കറക്റ്റായിട്ടുള്ള പരുവം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒണിയനും ക്യാപ്സിക്കവും ആ സെയിം പാനിലേക്ക് തന്നെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഡീപ്പ് ഫ്രൈഡ് ആവശ്യമില്ല. ജസ്റ്റ് ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ആദ്യമായി ഗാർലിക് സീസണിങ് ആണ് ഞാനിവിടെ ചേർക്കുന്നത്. ഗാർലിക് പൗഡർ ചേർക്കുക. അതിനുശേഷം ഓണിയൻ പൗഡർ ആഡ് ചെയ്യാം. ഓണിയൻ പൗഡറിനൊരു പ്രത്യേകം ടേസ്റ്റും സ്മെല്ലുമാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാവുന്നതാണ്. പൊടികളെല്ലാം ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയമിൽ മെയിൻറ്റെയിൻ ചെയ്യണം. പൊടികൾ ഇടുമ്പോൾ അത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് കാജു സീസണിങ് ആണ്. ഈ സീസണിങ്സ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പാസ്തയ്ക്ക് ഒരു പ്രത്യേകം ടേസ്റ്റാണ്, കുറച്ചും കൂടെ ഒരു ഫ്ലേവർഫുള്ളാക്കും. ഈ സീസണിങ്സ് എല്ലാം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്കത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് ടൊമാറ്റോ ആണ്. ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ച് ടൊമാറ്റോയും കൂടെ നമുക്ക് ഇതിനോടൊപ്പം ആഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ മീറ്റ് ബോൾസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, ആൽഫ്രെഡോ സോസ്. ഇത് ക്രീമി ആൽഫ്രെഡോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നത് ഈ ഡിഷിനെ ഒന്നും കൂടെ ഒന്ന് മനോഹരമാക്കും. സോസ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ചിക്കൻ സ്റ്റോക്കിങ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം ഉപ്പ് ചേർക്കാൻ ആരും മറക്കേണ്ട, ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പാസ്ത ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പാസ്ത ആഡ് ചെയ്ത് ഈ ഗ്രേവി ആയിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് പാഴ്സ്ലി ലീവ്സും റോസ്മേരി ലീവ്സും ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലി കുറച്ച് ഇറ്റാലിയൻ സീസണിങ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രീമി ആൽഫ്രെഡോ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇത് നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സോൾട്ട് ആൻഡ് സോൾ. താങ്ക് യു.